السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും റഹ്മാനും റഹീമുമായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീക്ക് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ പ്രവാചകനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിന് ശേഷം 10 തലമുറയ്ക്ക് ശേഷമാണ് പിന്നീട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ തുടങ്ങിയ ആരാധ്യന്മാരെ ആരാധിക്കുമ്പോൾ ആ ജനതയെ യഥാർത്ഥ തൗഹീദിൻ്റെ മേഖലയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയായിരുന്നു മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദഅ്വാ കാലഘട്ടത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻകബൂത്തിൻ്റെ 14-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫലബിസ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആമ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം 950 വർഷം ദഅവത്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാ ആളുകൾക്കും അറിയുന്ന ഒരായത്താണ്, ശ്രദ്ധിക്കണേ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷം അദ്ദേഹം ജനങ്ങളെ ദഅവത്ത് ചെയ്തിട്ടുണ്ട്, ആളുകളെ തൗഹീദിൻ്റെ മേഖലയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ ചില ഉലമാക്കളായ ആളുകൾ പറഞ്ഞു, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചത് 950 വർഷം മാത്രമാണ്, അല്ല എന്നുള്ളതാണ് നമുക്ക് ആ വിഷയം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ചില ഉലമാക്കളായ ആളുകൾ പറഞ്ഞു, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് ശേഷം
നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും 60 കൊല്ലം ജീവിച്ചിട്ടുണ്ട് എന്ന് ചില റിവായത്ത് കാണാൻ കഴിയും. മറ്റു ചില ചരിത്രകാരന്മാർ പറഞ്ഞു 1400-ൻ്റെയും 1780-ൻ്റെയും ഇടയിലുള്ള വർഷകാലം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും 1000-ഓടടുത്തുള്ള കാലം അല്ലെങ്കിൽ 1000-ഓടടുത്തുള്ള വർഷം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയാനൊരു കാരണമുണ്ട്. മുൻഗാമികളായ ആളുകൾക്ക് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഒരുപാട് കാലം ജീവിക്കാനുള്ള അവസരം എന്നുള്ളത്. സുദീർഘമായ കാലം ജീവിക്കാനുള്ള അവസരം ലഭിച്ചവരായിരുന്നു നമ്മുടെ മുൻഗാമികളായ ആളുകൾ. അപ്പോൾ നമ്മുടെ മുൻഗാമികളായ ആളുകൾ വർഷങ്ങളോളം ചെയ്ത 500-1000 വർഷം ചെയ്ത അമൽ സ്വാലിഹാത്തുകളുമായി കൊണ്ട് നാളെ പരലോകത്ത് വരികയും നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൻ്റെ പ്രത്യേകത അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 ഇല 70, 60-ൻ്റെയും 70-ൻ്റെയും ഇടക്കായിരിക്കും. ഏറിപ്പോയ 60 കൊല്ലം, ഏറിപ്പോയ 70 കൊല്ലം, അത്രേ നമുക്ക് ഉണ്ടാവുള്ളൂ. അല്ലാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ മുൻപ് കഴിഞ്ഞു പോയ ആളുകൾ വലിയൊരു വർഷകാലത്തെ അമൽ സ്വാലിഹാത്തുകളുമായി നാളെ പരലോകത്ത് വരികയും കേവലം 60 കൊല്ലത്തിൻ്റെ അല്ലെങ്കിൽ 70 കൊല്ലത്തിൻ്റെ നന്മകളുമായി നമ്മളും നാളെ പരലോകത്ത് വരുമ്പോൾ നീതിമാനായ റബ്ബ് ആ വിഷയത്തിൽ നമുക്ക് തന്ന ഒരു അനുഗ്രഹമാണ്. മുൻഗാമികൾക്കാർക്കും നൽകാത്തൊരു അനുഗ്രഹം. ചെറിയ ചില പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനം ചെയ്യുമ്പോൾ വലിയ പ്രതിഫലമാണ് റഹ്മാനായ റബ്ബ് നമുക്ക് അതുമൂലം നൽകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന അബു അബ്ദുൽ അസീസ് മുനീർ അൽ ജസാഇരി ഹഫിളഹുല്ലാഹ് അദ്ദേഹം രചിച്ച അമലും യസീർ വ അജ്റുൻ കബീർ, ചെറിയ പ്രവർത്തനം വലിയ പ്രതിഫലം എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ക്ലാസ് വലിയൊരു കിതാബാണ്. നമ്മളെല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട ഒരുപാട് കർമ്മങ്ങൾ, ചെറിയ ചെറിയ കർമ്മങ്ങൾ, അതുമൂലം ലഭിക്കുന്ന വലിയ പ്രതിഫലങ്ങളാണ് ഷെയ്ഖ് ആ കിതാബിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പക്ഷേ സമയത്തിൻ്റെ കുറവ് മൂലം നമ്മളെല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ മാത്രമാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ആളുകളും പൂർണ്ണ ശ്രദ്ധയോടുകൂടി സംസാരത്തെ നോക്കിക്കാണുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തെ വിഷയം, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ദിവസം സുബൈ നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാണ്, ഹദ്ദിസ്നി ബി അർജാ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം. ബിലാൽ, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രതിഫലം പ്രതീക്ഷിക്കുന്ന ഒരു പ്രവർത്തനം എന്താണ്? നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരും. നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രവർത്തനം ഏതാ? കാരണം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്നി സമിഅതു ദഫന അലൈക ബൈന യദയ്യ ഫിൽ ജന്ന. ഞാൻ എനിക്ക് മുമ്പിലായിക്കൊണ്ട് സ്വർഗത്തിൽ നിങ്ങളുടെ കാലടി ശബ്ദങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ മുമ്പിലായി നിങ്ങൾ നടന്നു പോകുന്നുണ്ട്, നിങ്ങളുടെ കാലിൻ്റെ ശബ്ദം, കാൽപ്പാടുകളുടെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം എന്തായാലും പ്രതിഫലം കിട്ടും എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത കർമ്മം ഏതാണ്? ബിലാൽ റളിയല്ലാഹു അൻഹു അതിന് കൊടുത്തൊരു മറുപടി ഉണ്ട്. നമ്മളെല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ ചെറിയ ഒരു കർമ്മമാണ്, പക്ഷെ അതുമൂലം ലഭിക്കുന്നത് വലിയ പ്രതിഫലമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, അമിൽതു അമലൻ അർജാ ഇന്ദി അന്നി ലമ്മ തതഹറ തുഹൂറൻ ഫീ സഅത്തിൻ ലൈലിൻ ഔ നഹാർ. ബിലാൽ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, ഞാൻ എപ്പോൾ വുളു ചെയ്താലും, അത് രാവിലെ ആകട്ടെ രാത്രി ആകട്ടെ, എപ്പോൾ വുളു ചെയ്താലും 2 റക്അത്ത് നിസ്കരിക്കും. ഞാൻ അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. ഏത് സമയത്തും വുളു ചെയ്യുമ്പോൾ 2 റക്അത്ത് ഞാൻ നിസ്കരിക്കാറുണ്ട്. അതാണ് ഞാൻ ഒന്നാമതായി കൊണ്ട് ചെയ്യുന്ന കർമ്മമെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉലമാക്കളായ ആളുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, സ്വർഗം ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകൻ്റെ മുമ്പിലായിക്കൊണ്ട് ആ സ്വഹാബിൻ്റെ കാലടി ശബ്ദങ്ങൾ നബി കേട്ടിട്ടുണ്ടെങ്കിൽ ആ സ്വഹാബിയുടെ പ്രത്യേകത എല്ലാ സമയത്തും വുളു ചെയ്യുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും വുളു ചെയ്യാറുണ്ട്.
എപ്പോഴും വുളൂയിലായിരിക്കുക എന്നുള്ളത് അതേറെ പുണ്യകരമാണ്. അപ്പോൾ എപ്പോൾ വുളൂ ചെയ്യുന്നുണ്ടോ 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. ഇനി ആ വുളൂയിലേക്ക് ചേർത്തി മനസ്സിലാക്കേണ്ട വിഷയം, പലപ്പോഴും ആളുകൾ വുളൂ ചെയ്യുമ്പോൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് വുളൂവിന് ശേഷമുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, മഗ്‌രിബ് നമ്മളെല്ലാ ആളുകളും നിസ്കരിച്ചു, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഗ്‌രിബ് നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓരോരുത്തരും വുളൂ ചെയ്തു. ആ വുളൂ ചെയ്തതിന് ശേഷം നമ്മൾ എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ തവല്ലഅ ഫഅഹ്സനൽ വുദൂഅ സുമ്മ ഖാല, ആരെങ്കിലും ഏറ്റവും നന്നായി കൊണ്ട് വുദൂ ചെയ്തിട്ട് എന്നിട്ട് പറയാണ്, എന്താണ് പറയണത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തൗവാബീന വജഅൽനി മിനൽ മുതതഹിരീൻ എന്നൊരാൾ പ്രാർത്ഥിച്ചാൽ, വലിയ സമയമൊന്നും വേണ്ട, ഒരു 10 സെക്കൻഡ് പോലും നമ്മൾ എടുത്തിട്ടില്ല. ഈ ഒരു പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയാൾക്ക് ലഭിക്കാവുന്ന നന്മ എന്താണെന്നറിയോ? ഫുതിഹതു ലഹു സമാനിയതു അബ്വാബിൽ ജന്ന യദ്ഖുലു മിൻ അയ്യിഹാ ശാഅ, സ്വർഗ്ഗത്തിന് 8 കവാടമാണുള്ളത്. ആ 8 കവാടം അയാളുടെ മുമ്പിൽ തുറക്കപ്പെടും. ഏതിലൂടെ വേണമെങ്കിലും അയാൾക്ക് പ്രവേശിക്കാനുള്ള അനുമതി ഉണ്ടാകും. എന്ത് ചെയ്താൽ മതി? വുദൂവിന് ശേഷം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ഒന്നാമതായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു വിഷയമാണ്, അല്ലെങ്കിൽ പ്രവാചകന് ആ സ്വഹാബി പറഞ്ഞു കൊടുത്തതാണ്, നബിയെ ഞാൻ എപ്പോൾ വുദൂ ചെയ്യുന്നുണ്ടോ അപ്പോൾ 2 റക്അത്ത് നിസ്കരിക്കും. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, വുദൂ ചെയ്തതിന് ശേഷം ആ വുദൂവിന് ശേഷമുള്ള പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അയാൾക്ക് സ്വർഗത്തിലെ 8 കവാടത്തിലൂടെ ഏതിലൂടെ വേണമെങ്കിലും പ്രവേശിക്കാനുള്ള അനുമതി ഉണ്ടാകും. രണ്ടാമത്തെ വിഷയം, സ്വർഗം അല്ലെങ്കിൽ ചെറിയ പ്രവർത്തനമാണ്, വലിയ പ്രതിഫലമാണ്. അതിൽ രണ്ടാമത്തെ പോയിന്റ് ആയിക്കൊണ്ട് ഷെയ്ഖ് പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിക്കാണ്, അയഅജിസു അഹദുകും മൻ യഖറഅ ഫീ ലൈലത്തിൻ സുലുസുൽ ഖുർആൻ, എല്ലാ ദിവസവും രാത്രി ഖുർആനിൻ്റെ 1/3 ഓതാൻ നിങ്ങൾക്ക് എന്താണ് പ്രയാസം? എല്ലാ ദിവസവും രാത്രി ഖുർആനിൻ്റെ 1/3, അഥവാ ഖുർആൻ 30 ജുസ് ആണെങ്കിൽ അതിൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ 10 ജുസ്. ഒരു ജുസ് 20 പേജാണ്. അപ്പോൾ 10 ജുസ് എന്ന് പറഞ്ഞാൽ 200 പേജ്. അത് ഓതാൻ നിങ്ങൾക്ക് എന്താണ് പ്രയാസം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കണം, നബി ഒരു ദിവസം ഖുർആനിൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ അത് പ്രയാസമാണ്, ഏതെങ്കിലും ഒരു ദിവസമല്ല, എല്ലാ ദിവസവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളത് തഅദിലു സുലുസുൽ ഖുർആൻ, ഖുർആനിൻ്റെ 1/3 എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ ഖുർആനിൻ്റെ 1/3 ഓതിയിട്ടാണ് അയാൾ ഉറങ്ങുന്നത്. നമ്മൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ട്, നമ്മൾ എത്ര പേര് ആ സൂറത്ത് ഓതിയിട്ടുണ്ട് എന്നുള്ളത് ആലോചിച്ചാൽ മതി. ചെറിയ കർമ്മമാണ്, ചെറിയൊരു കാര്യമാണ്, പക്ഷേ അതുമൂലം ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ 1/3 ഓതിയതിൻ്റെ കൂലിയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ മറ്റ് ഹദീസുകളിൽ, ഇനി ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലായതാനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്ത്. ഏതാണ് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്ത്? ആമന റസൂലാണ്. ആരെങ്കിലും രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിക്കൊണ്ട് ആമന റസൂൽ ഓതുകയാണെങ്കിൽ അവന് രാത്രി അത് മതിയാകുന്നതാണ് എന്നുള്ളതാണ്. അത് മതി എന്നുള്ളതാണ്, അത്രത്തോളം പ്രാധാന്യമുള്ള ആയത്താണ് ആമന റസൂൽ. ഇനി മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖറഅ ആയത്തുൽ കുർസി ദുബറ കുല്ലി സ്വലാത്തിൻ മക്തൂബ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഏറ്റവും മഹത്തുള്ള ആയത്ത് ഏതാ? ആയത്തുൽ കുർസിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷവും ഒരാൾ ഒരു തവണ ആയത്തുൽ കുർസി ചൊല്ലുകയാണെങ്കിൽ അവന് സ്വർഗപ്രവേശനത്തിന് അവൻ്റെ മുമ്പിലുള്ളത് മരണം മാത്രമാണ്. അഥവാ അവൻ മരിച്ചാൽ നേരെ സ്വർഗത്തിലാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? എല്ലാ 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം ഒരു തവണ ആയത്തുൽ കുർസി. നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ചു, ഓതിയോ എന്നുള്ളത് ആലോചിക്കുക.
ഇനി ഇശാ നിസ്കരിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ നിസ്കാരത്തിന് ശേഷം ഒരു തവണ, കൂടുതലൊന്നും വേണ്ട, ഒരു തവണ ആയത്തിൽ കുറിച്ച് ചൊല്ലുകയാണെങ്കിൽ അവനും സ്വർഗത്തിനുമിടയിൽ മരണം മാത്രമാണ് ബാക്കിയുള്ളത് എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് സഹോദരൻ്റെ അഭാവത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യദഉ ലി അഖീഹി ബിളഹ്രിൽ ഗൈബി ഇല്ലാ ഖാലൽ മലകു വലക ബിമിസ്ലി. ഒരു സഹോദരൻ്റെ അഭാവത്തിൽ നമ്മളൊക്കെ പല ആളുകളോടും പറയാറുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വസീയത്ത്, എൻ്റെ കാര്യം എന്തായാലും മറക്കരുത്. ഇപ്പം ഹജ്ജിനൊക്കെ പോയ ആളുകൾ, അള്ളാഹു ഈ കൂട്ടത്തിൽ പല സഹോദരന്മാരും ഹജ്ജ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുന്ന ഹജ്ജാക്കിക്കൊണ്ട് അതിനെ മാറ്റുമാറാകട്ടെ. ഇതുവരെ ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് അടുത്ത വർഷങ്ങളിൽ ചെയ്യാനുള്ള തൗഫീഖും നൽകട്ടെ. ഇതിനു മുമ്പ് ചെയ്ത ആളുകൾക്കും വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഹജ്ജിനും ഉംറക്കൊക്കെ പോണ സമയത്ത് നമ്മൾ പറയാറുണ്ട്, എൻ്റെ കാര്യം മറക്കരുത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ സാമ്പത്തിക വിഷയം കുറച്ച് പ്രയാസത്തിലാണ്, കുറച്ച് രോഗവും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുടുംബപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും പല ആളുകളോടും പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്യലുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു സഹോദരൻ്റെ അഭാവത്തിൽ അയാൾ നമ്മുടെ മുമ്പിലില്ല, നമ്മൾ ചിലപ്പോൾ ചില ആളുകൾ മുമ്പിലുണ്ടാകും, അവരെ കാണിക്കാൻ വേണ്ടി ചിലപ്പോൾ പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടിയിട്ട്. അതല്ല, അവരില്ലാത്ത സമയത്ത് അവൻ്റെ അഭാവത്തിൽ അവന് വേണ്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ സമയത്ത് മലക്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അതന്നെ നിനക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കും. ചില മുൻഗാമികളായിട്ടുള്ള ആളുകളുടെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും, അവർക്ക് എന്തെങ്കിലും ഭൗതികമായിട്ട് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരാദ്യം റബ്ബിനോട് ചോദിക്കുക, റബ്ബേ അതെൻ്റെ സഹോദരന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളെല്ലാ ആളുകളും ഒരു വീട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അങ്ങനെ ഒരു ഉലമാക്കളായ ആളുകളുടെ പ്രത്യേകത, അവർ വീടിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ആ സമയത്ത് പറയാം, റബ്ബേ എൻ്റെ സഹോദരന് നീ ഒരു വീട് നൽകുക എന്നുള്ളതാണ്. അങ്ങനെ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെയുള്ള മലക്ക് എന്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, നിനക്കും അതുപോലുള്ളത് കിട്ടട്ടെ എന്നുള്ളതാണ്. അല്ലാഹുവേ എൻ്റെ സഹോദരനെ ഒരു വാഹനം ലഭിക്കട്ടെ, അവൻ്റെ സാമ്പത്തിക ശേഷി, അവൻ്റെ സാമ്പത്തിക ഭദ്രത ഉണ്ടാകട്ടെ, അവൻ്റെ കുടുംബപരമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ മലക്കാണ് നമുക്ക് വേണ്ടിയിട്ട് തിരിച്ച് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ കുറച്ച് ഇമാമാണ്, എല്ലാവർക്കും കഴിയും. പറയുന്ന ഞാൻ ഇന്നെക്കുറിച്ച് ആലോചിക്കണം, കേൾക്കുന്ന നിങ്ങളെക്കുറിച്ച് ആലോചിക്കണം. നമ്മുടെ സഹോദരൻ്റെ അഭാവത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു മനസ്സ് നമുക്കുണ്ടോ? എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ സഹോദരന് കിട്ടരുത് എന്നുള്ള മനസ്സാണ് നമുക്കെങ്കിൽ അതൊരു വിശ്വാസിക്ക് ചേർന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകൂല, ഹത്താ അകൂന ഹബ്ബ ഇലൈഹി, ഹത്താ അകൂന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ സഹോദരൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം നിൻ്റെ സഹോദരനും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് വരെ നിങ്ങൾ ആരും വിശ്വാസിയാവുകയില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഹോദരൻ്റെ അഭാവത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം. ഉലമാക്കളായ ആളുകൾ പറഞ്ഞു, പ്രാർത്ഥിക്കുക മാത്രമല്ല, സന്തോഷകരമായ വാർത്തകൾ എത്തിച്ചു കൊടുക്കണം. ഒരിക്കലും പേടിപ്പെടുത്തുന്ന, ഭീതിയിലാക്കുന്ന വാർത്തകൾ എത്തിച്ചു കൊടുക്കരുത്. ചില മനുഷ്യന്മാരുണ്ട്, അവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പേടിപ്പെടുത്തുന്ന വാർത്തകൾ മാത്രമേ അവരിടുള്ളൂ, നല്ലൊരു വാർത്ത അവരിടില്ല. ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് ഒരു മുഅ്മിനിന് സന്തോഷം ലഭിക്കുന്ന വാർത്തകൾ എത്തിച്ചു കൊടുക്കണം, പേടിപ്പെടുത്തുന്ന, ആകെ ബേജാറാക്കുന്ന വാർത്തകളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ കഴിയും, മിൻ അഫ്ളലി അഅമാലി, ഏറ്റവും പുണ്യമായ കർമ്മത്തിൽപ്പെട്ടതാണ് ഇദ്ഖാലു സുറൂരി അലൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യന് സന്തോഷ വാർത്തകൾ എത്തിച്ചു കൊടുക്കുക, സന്തോഷങ്ങൾ എത്തിച്ചു കൊടുക്കുക. അയാൾക്ക് മനസ്സിന് റാഹത്ത് ലഭിക്കുന്ന, ആനന്ദം കിട്ടുന്ന രൂപത്തിലുള്ള വാർത്തകൾ എത്തിച്ചു കൊടുക്കുക. എന്നിട്ട് പറയാണ്, അതിൽപ്പെട്ടതാണ് തഖ്ദിയാൻ ഹുദൈനൻ, അവൻ്റെ കടം വീട്ടാൻ വേണ്ടി സഹായിക്കുക. ഒരാൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടെങ്കിൽ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അയാളൊന്ന് സഹായിക്കുക. അതേപോലെ തന്നെ തഖ്ദീലഹു ഹാജത്തിൻ, അവൻ്റെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കുക. അപ്പോൾ സാമ്പത്തികമായിട്ടല്ല, വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക. അതൊക്കെ ഒരു വിശ്വാസിയുടെ നന്മയായിക്കൊണ്ടാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ മൂന്നാമത് പറഞ്ഞ പോയിന്റ്, സഹോദരൻ്റെ അഭാവത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ഇന്ന് രാത്രി അല്ലെങ്കിൽ എപ്പോഴാണോ ഇനി പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നത്,
ആ സമയത്ത് നമ്മൾ ആലോചിക്കുക, നമ്മുടെ സഹോദരന് വേണ്ടി അവനൊരു നന്മക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതുമൂലം നഷ്ടമല്ല, അതുമൂലം മലക്കാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണത്. നമ്മളാണ് ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണതെങ്കിൽ നമുക്ക് തിരിച്ചു പ്രാർത്ഥിക്കണത് ആരാണ്? മലക്കാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 4ാമത്തെ പോയിന്റ് എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണത്. 2 ഗുണങ്ങൾ ഒരു മുസ്ലിമിൽ ഉണ്ടായാൽ, 2 ഗുണങ്ങൾ ഒരു മുസ്ലിം സ്ഥിരമാക്കിയാൽ അവർ സ്വർഗം ഉറപ്പാണ് എന്നുള്ളതാണ്. ഇനി ഞാൻ പറയാൻ പോണ 2 ഗുണങ്ങൾ നമുക്ക് എല്ലാ ആളുകളും ചെയ്യുന്ന കാര്യമാണ്, പക്ഷെ പലപ്പോഴും നമ്മൾ മറന്നു പോണ കാര്യമാണ്. ഏതൊക്കെയാണ് 2 കാര്യങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയാണ്, വഹുമാ യസീർ, അത് ചെയ്യുക എന്നുള്ളത് എളുപ്പമാണ്, നിസാരാണ്. പക്ഷേ വമൻ യഅമലു ബിഹിമാ ഖലീൽ, അത് ചെയ്യുന്ന ആളുകളോ വളരെ കുറച്ചാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസബ്ബിഹുല്ലാഹ ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ 10 വയുകബ്ബിറു 10 വയുഹ്മദു 10. എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷവും 10 തവണ അല്ലാഹു അക്ബർ എന്ന് പറയാം, 10 തവണ അൽഹംദുലില്ലാ എന്ന് പറയാം, 10 തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. സാധാരണ നമ്മൾ ചൊല്ലൽ എത്രയാണ്? 33 അല്ലേ? അതാണ് ഏറ്റവും പ്രബലമായി വന്നിട്ടുള്ള സുന്നത്ത്, അതിന് മാറ്റമല്ല. എന്നാൽ ഹദീസിൽ എന്ത് വന്നിട്ടുണ്ട്? 10 എന്നും വന്നിട്ടുണ്ട്. 10 തവണ സുബ്ഹാനല്ലാഹ്, 10 തവണ അൽഹംദുലില്ലാ, 10 തവണ അല്ലാഹു അക്ബർ. ഇപ്പോൾ ഒരാൾ ജോലിൻ്റെ തിരക്കിലാണ് വന്ന് നിസ്കരിക്കണത്, പെട്ടെന്ന് തിരിച്ചു പോകണം. അപ്പോൾ ആ പോകുന്ന സമയത്തും അയാൾക്കൊരു 10 തവണ ചൊല്ലാൻ പറ്റും. ഇനി മറ്റൊരു ഹദീസിൽ 11 എന്ന് വന്നിട്ടുണ്ട്. 11 തവണ സുബ്ഹാനല്ലാഹ്, 11 തവണ അല്ലാഹു അക്ബർ, 11 തവണ അൽഹംദുലില്ലാ. അപ്പോൾ 11 11 11 അങ്ങനെ 33 എന്ന് വന്നിട്ടുണ്ട്. വേറെ റിവായത്തിൽ 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാ, 33 തവണ അല്ലാഹു അക്ബർ. വേറെ റിവായത്തിൽ 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാ, 34 തവണ അല്ലാഹു അക്ബർ. ഇങ്ങനെ വ്യത്യസ്ത റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഏറ്റവും നമ്മൾ ചൊല്ലാൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഏതാ? 33 തന്നെയാണ്, അതിൽ സംശയമല്ല. പക്ഷെ ഇനി ഒരാൾക്ക് സമയമില്ലെങ്കിൽ, ഇതിങ്ങനെ പറയുമ്പോൾ ഒരു പേടിയുണ്ട്, എല്ലാ ആളുകളും ഇനി 33 വിട്ടിട്ട് 10ക്ക് പോകുമെന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷേ ഹദീസിൽ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം ആയതുകൊണ്ട് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് ചെയ്യാന്നുള്ളത് നിസാരാണ്, പക്ഷെ എന്നിട്ടും എന്ത് ചെയ്യില്ല, അധികം ആളുകളും ചെയ്യൂല എന്നുള്ളതാണ്. 10 തവണ ചൊല്ലുക. ഇനി ഇത് 10 തവണ ചൊല്ലിയാലുള്ള ഗുണം എന്താണെന്നറിയോ? ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി പറയാണ്, ഞാൻ എൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൈവിരലുകൾ കൊണ്ട് ആ ദിക്ർ ഇങ്ങനെ ചൊല്ലണത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ചില ആളുകൾ ദിക്ർ ചൊല്ലുന്ന സമയത്ത് അതിൻ്റെ എണ്ണം കിട്ടാൻ വേണ്ടി കല്ലും ഈത്തപ്പഴത്തിൻ്റെ കുരുവും വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൈ കൊണ്ട് ചൊല്ലി. കാരണം നാളെ കൈ കുറിച്ചിട്ടാണ് നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുക. അപ്പോൾ ഈ കൈകൾ നിങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയും. അതുകൊണ്ട് ദിക്ർ ചൊല്ലുമ്പോൾ ഏറ്റവും അഫ്ളൽ ഏതാണ്? കൈ കൊണ്ട് ദിക്ർ ചൊല്ലുക എന്നുള്ളതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദാലിക 50 വ 100 ബിൽ ലിസാൻ, നിങ്ങൾ 150 തവണയാണ് ഒരു ദിവസം ചൊല്ലണത്. ഈ ദിക്ർ 10 തവണ ചൊല്ലുമ്പോൾ സുബ്ഹാനല്ലാഹ് 10, അൽഹംദുലില്ലാ 10, അല്ലാഹു അക്ബർ 10, അപ്പോൾ എത്ര? 30. 5 വഖത്ത് നിസ്കാരമാകുമ്പോൾ 30 × 5 എത്ര? 150. എന്നിട്ട് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത് നിങ്ങൾ ചൊല്ലുമ്പോൾ 150 തവണ ചൊല്ലണുള്ളൂ. പക്ഷേ ഫിൽ മീസാൻ, അള്ളാഹുവിൻ്റെ മീസാനിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്തുന്നത് എത്രയെന്ന് അറിയോ? 1500 നന്മയായിക്കൊണ്ടാണ്. 150 തവണ നിങ്ങൾ ഡെയിലി ചൊല്ലണുള്ളൂ 10 വെച്ച് ചൊല്ലുകയാണെങ്കിൽ. പക്ഷെ അള്ളാഹുവിൻ്റെ മീസാനിൽ രേഖപ്പെടുത്തുന്നത് 1500 ആണ്. ഇനി വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് ഒന്നാമത്. 2 കാര്യങ്ങളല്ല പറഞ്ഞത്. ഇനി രണ്ടാമത് ഏതാ? ഒരാൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് എന്ന് 33 പ്രാവശ്യം, അൽഹംദുലില്ലാ 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം. അപ്പോൾ 33 33 34 എത്ര? 100. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് നാവ് കൊണ്ട് ചൊല്ലുന്നത് 100 ആണ്, പക്ഷെ അള്ളാഹുവിൻ്റെ മീസാനിൽ രേഖപ്പെടുത്തുന്നത് 1000 ആണ്. എന്നിട്ട് ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ആരെങ്കിലും ഒരു ദിവസം 2500 തിന്മകൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞത്, പിന്നെ ഞങ്ങൾ ആരും 2500 തിന്മം ചെയ്യുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ 2 കാര്യങ്ങൾ ഒരാൾ ചെയ്യുകയാണെങ്കിൽ, ഒന്ന് നിസ്കാരത്തിന് ശേഷം ഇത് ദിക്ർ ചൊല്ലുക, ഉറങ്ങുന്നതിന് മുമ്പും ഈ ദിക്ർ ചൊല്ലുക. ഇങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു ദിവസം അയാൾക്ക് 2500 നന്മകൾ കരസ്ഥമാക്കാം. 1500 അവിടെയും 1000 ഇവിടെയും. അപ്പോൾ 1500ഉം 1000ഉം
2500 നന്മകൾ കിട്ടും. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി. ചെറിയ കർമ്മമാണ്. ഞാൻ വീണ്ടും പറയുന്നുണ്ട്, നിസ്കാരത്തിന് ശേഷം ദിക്ർ ചൊല്ലാൻ ഏറ്റവും അഫ്ദൽ എത്ര? 33 തന്നെയാണ്. നമ്മൾ കഴിവിൻ്റെ പരമാവധി 33 തന്നെ ചൊല്ലണം. ഇനി ഒരാൾക്ക് അത് ചൊല്ലാനുള്ള സമയമില്ലെങ്കിൽ 10 ചൊല്ലാം. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിക്കേണ്ട, നബിയെ ഇതെങ്ങനെയാണ് ചെറുതാകുക? കൈഫ ഹുമാ യസീർ വമൻ യഅമലു ബിഹിമാ ഖലീൽ. നബി ഇത് ചെയ്യാന്നുള്ളത് നിസാരല്ലേ? എന്നിട്ട് എന്താണ് ഇത് ചെയ്യുന്ന ആളുകൾ കുറവാകാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതിൻ്റെ കാരണം എന്താണെന്നറിയോ? നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിസ്കാരം കഴിഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ശൈത്താൻ ഇങ്ങനെ വരും. ആ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ആ ദിക്ർ ചൊല്ലാൻ അവനെ സമ്മതിക്കുകയില്ല. അപ്പോഴേക്ക് എന്ത് ചെയ്യും? അവനൊന്നല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും എണീറ്റ് പോകും. അവനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കും. അവിടെ പോകണം, ഇവിടെ തിരക്കുണ്ട്, അല്ലെങ്കിൽ മൊബൈലൊക്കെ എടുത്തിട്ട്. ഷെയ്ഖ് സാലിഹ് സിന്ധി ഹഫ്ള് സൗദിയിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്. ഷെയ്ഖ് രസകരമായി കൊണ്ടൊരു കാര്യം പറയുന്നുണ്ട്. ചില ആളുകൾ നിസ്കാരം കഴിഞ്ഞാൽ ആദ്യം ഫോൺ എടുക്കുമ്പോൾ അതിനർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ നിസ്കാരം സ്വീകരിച്ചതുമല്ല, OTP ഒക്കെ അയച്ചിട്ടുള്ള പോലെയാണ് വേഗം എന്ത് ചെയ്യണത്, ആളുകൾ ഫോൺ എടുക്കുന്നത് എന്നൊക്കെ ഷെയ്ഖ് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിനർത്ഥം ഫോൺ എടുക്കണ്ടെന്നല്ല. അപ്പോൾ അത്യാവശ്യമുള്ളത് നമുക്ക് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 4-5 തവണക്ക് ഒരാൾ വിളിച്ചു, അത് ആരാ നോക്കാൻ വേണ്ടി നോക്കണമെന്ന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ ദിക്ർ ചൊല്ലാൻ നമ്മൾ എന്ത് ചെയ്യരുത്, മറക്കരുത്. അതേപോലെ തന്നെയാണ് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പിശാച് അതിൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ കണ്ണിൽ ഉറക്കട്ട് വരും. അത് ചൊല്ലാൻ സമ്മതിക്കൂല. അപ്പോൾ നമ്മൾ ഇന്ന് സ്വന്തം കുഞ്ഞിനെ മാറിലേക്ക് ചേർത്ത് വെക്കുന്നത് പോലെയാണ് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മൊബൈൽ ചേർത്ത് പിടിക്കുന്നത്. അവസാനമാണ് എല്ലാം കഴിഞ്ഞിട്ടാണ് മൊബൈൽ മാറ്റി വെക്കുന്നത്. ഒരാൾ ഫേസ്ബുക്കിൽ എഴുതിയിട്ടൊരു വാക്യമുണ്ട്, മനസ്സിൽ വല്ലാതെ സ്വാധീനിച്ചൊരു വാക്യമാണ്. എല്ലാ വെളിച്ചവും അണയാത്ത ആ സ്ക്രീനിലെ വെളിച്ചമാണ് ഇന്ന് കുടുംബത്തിൻ്റെ വെളിച്ചം കെടുത്തുന്നത് എന്നുള്ളതാണ്. 2 വരിയുള്ളൂ, പക്ഷെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇത് ചെയ്യാന്നുള്ളത് എന്താണ്? ഏറ്റവും നിസാരാണ്. പക്ഷെ അതുമൂലം ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഒരു ദിവസം 10 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതൊരാൾ 10 തവണ ഒരു ദിവസം ചൊല്ലുകയാണെങ്കിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട 4 അടിമകളെ മോചിപ്പിച്ചതിൻ്റെ കൂലിയാണ് അയാൾക്ക് കിട്ടുക. ഈ കൂട്ടത്തിലിരിക്കുന്ന ഒരാളും ഒരു അടിമനെയും ജീവിതത്തിൽ മോചിപ്പിച്ചിട്ടില്ല. എന്നാൽ ഈ ദിക്ർ, ഈ ഒരു പ്രാർത്ഥന 10 തവണ ചൊല്ലുകയാണെങ്കിൽ ആ ഇസ്മായിൽ നബിൻ്റെ സന്താന പരമ്പരയിലെ 4 അടിമകളെ മോചിപ്പിച്ചതിൻ്റെ കൂലിയുണ്ട് എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. വേറെ ഈ ദിക്റുകളൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ രാവിലെ റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ റസൂല, മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല എന്നൊക്കെ റിവായത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗ്ഗം നിർബന്ധമാണ്. എത്ര സമയമാണത് ചൊല്ലാൻ? അതേപോലെ തന്നെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റുകൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റുകളൊക്കെ മറ്റുള്ള റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മനസ്സ് വെച്ചാൽ ഒരുപാട് നന്മകൾ നമുക്ക് വാരിക്കൂട്ടാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവസാനത്തെ ചെറിയ കർമ്മമാണ്, പക്ഷെ അതുമൂലം ലഭിക്കുന്ന പ്രതിഫലം വലുതാണ്. ഉലമാക്കളായ ആളുകൾ പറഞ്ഞു, നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിക്കുക. ഉലമാക്കളായ ആളുകൾ പറയാണ്, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കടക്കാനുള്ള ഏറ്റവും നല്ല വാതിൽ പുഞ്ചിരിയാണ്. ഒരാളെ കാണുന്ന സമയത്തൊന്ന് ചിരിച്ചു നോക്കണേ, ഒരാളെ കാണുന്ന സമയത്തൊന്ന് പുഞ്ചിരിക്കുക. അതിലിപ്പോൾ എന്തെങ്കിലും പണത്തിൻ്റെ ചിലവൊന്നുണ്ടോ? ഒന്നുമില്ല. ഒരാളെ കാണുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുക. ഇന്ന് ലോകത്ത് അറിയപ്പെട്ട ചില ആളുകളുടെ വാക്യങ്ങൾ ഇതിൽ കാണാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭാഷയാണ് പുഞ്ചിരി. അതിന് വാക്കുകളുടെ സഹായം ആവശ്യമില്ല എന്നുള്ളതാണ്. 1000 വാക്കുകളെക്കാൾ സ്വാധീനം ഉണ്ടാക്കും ഒരു പുഞ്ചിരി. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയായിക്കൊണ്ട് സ്വഹാബത്ത് പറയുന്നുണ്ട്, ഏറ്റവും ഭംഗിയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിക്കാറുണ്ട്. ചിരിക്കാണ് വേണ്ടത്. മറ്റുള്ള ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിക്കാണ് വേണ്ടത്. അബ്ദുല്ലാഹി ഇബ്നു ഹാരിസ് എന്ന് പറയുന്ന സ്വഹാബി പറയാണ്,
മാ റഅയ്തു അഹദൻ കാന അക്സറ തബസ്സുമൻ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഹബീബിനേക്കാൾ ഏറ്റവും ഭംഗിയായിക്കൊണ്ട് ചിരിക്കുന്ന വേറൊരാളെയും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയണ്ട, മനുഷ്യൻ ഒന്ന് ചിരിക്കുക പോലുമില്ല. 24 മണിക്കൂറും മുഖത്ത് എന്തോ ഇല്ല കയറ്റി വെച്ചതുപോലെ, എന്തോ കടം വാങ്ങിയിട്ട് തിരിച്ചു തരാത്ത ഒരാളെ പോലെയാണ് എപ്പോഴും ഒരു ദേഷ്യം. ഒരിക്കലും നമ്മളെ കുറിച്ച് ആളുകൾ അങ്ങനെ പറയരുത്. മറ്റുള്ള ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിക്കും. സ്വഹാബി അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു പിന്നെ ധാരണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടം ഈ സ്വഹാബിനെയാണെന്നുള്ളതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നബിയുടെ പുഞ്ചിരിയും നബിയുടെ പെരുമാറ്റമൊക്കെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ധാരണ നബിക്ക് പിന്നെ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെന്നാണ്. അപ്പോൾ അത് പിന്നെ അദ്ദേഹത്തിന് ഉറപ്പാകാൻ വേണ്ടിയിട്ട് ഒരിക്കൽ നബിയോട് ചോദിച്ചും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങക്ക് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ തന്നെ പറഞ്ഞു, ആയിഷ. അല്ല നബി, മിനൽ റിജാൽ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആരെയാണ്? അബൂഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ്. നബി പിന്നെ ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ ഉമർ, പിന്നെ ഉമറാണ്. നബി പിന്നെ ആരെയാണ്? സുമ്മ ഉസ്മാൻ, പിന്നെ ഉസ്മാനാണ്. നബി പിന്നെ ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലിയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദ്യം ചോദിക്കുന്നത് അവസാനിച്ചു. അവസാനത്തെ പേര് നബിൻ്റെ പേര് എണ്ണിയാലോ അത് പേടിച്ചിട്ട് ഞാൻ ചോദിക്കണത് അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നന്നായി നബിയുടെ പെരുമാറ്റം കാണുമ്പോൾ, നബിയുടെ പുഞ്ചിരി കാണുമ്പോൾ, നബിയുമായിട്ടുള്ള ഇടപാടുകൾ കാണുമ്പോൾ ആ സ്വഹാബിൻ്റെ ധാരണ നബിക്ക് ഏറ്റവും ഇഷ്ടം അയാളെയാണെന്നുള്ളതാണ്. ആളുകൾ നമ്മുടെ സ്വഭാവം കണ്ടിട്ട് ദീനിലേക്ക് വരണം. ആളുകൾ നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മുടെ ആദർശത്തിലേക്ക് വരണം. അയാൾ ആ പ്രസ്ഥാനത്തിലുണ്ടോ, അയാൾ ആദർശത്തിലുണ്ടോ എന്ന് ഞാൻ വരൂല എന്ന് നമ്മളെ കുറിച്ച് ഒരാൾ പറയുന്നത്. കാർക്കശ സ്വഭാവത്തിൻ്റെ ഉടമയാകരുത്. കനിവുള്ള വിനയമുള്ള ഹൃദയത്തിൻ്റെ ഉടമയാകണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കാൻ വന്ന അക്രമിയോട് പോലും മാന്യമായി പെരുമാറി. അത്രത്തോളം ഈമാനൊക്കെ നമുക്കുണ്ടെന്ന് ആലോചിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയത്തിന് ശേഷം കാബ ഇങ്ങനെ തവാഫിയാണ്. ഹദീസിൽ കാണാൻ കഴിയും, ഫുളാലത്ത് ബിൻ ലൈസി എന്ന് പറയുന്ന വ്യക്തി വിഷം പുരട്ടിയ കടാരയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിലുണ്ട്. എപ്പോഴാണോ അവസരം കിട്ടണത് അപ്പം കുത്താൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ പറ്റിയൊരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി അറിയിച്ചു കൊടുത്തു, നബിയെ പുറകിൽ ഫുളാലുണ്ട്, ഫുളാലിൻ്റെ കയ്യിൽ വിഷം പുരട്ടിയ കടാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറകിലേക്ക് തിരിഞ്ഞു. ഫുളാലിനോട് ചോദിച്ചു, ഫുളാല, നീ എന്താ പറയണത്? ഫുളാല പറയാണ്, അത് കുറുള്ള, ഞാൻ ദിക്ർ ചൊല്ലാണ് നബിയെ. പെട്ടെന്ന് നബിയുടെ ചോദ്യമാണ്, പിടിച്ചു നിൽക്കാൻ വേറൊന്നുമില്ല. അപ്പം വായിൽ വന്നത് എന്താ? നബിയെ ദിക്ർ ചൊല്ലാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം ഫുളാല പറയുന്നത് കളവാണ്. ഫുളാലിൻ്റെ കയ്യിൽ വിഷം പുരട്ടിയ കടാരുണ്ട്. പറ്റിയൊരു അവസരത്തിന് വേണ്ടിയിട്ടാണ് ഫുളാല കാത്തിരിക്കുന്നത്. ജിബ്രീലാണ് വഹി അറിയിച്ചത്. ഇതൊക്കെ അറിഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ചിട്ട് പറയാണ്, ഇസ്തഗ്ഫിരില്ലാ ഫുളാല, നീ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ നടത്ത്. നീ കളവല്ലേ പറഞ്ഞത്? നിൻ്റെ കയ്യിൽ വിഷം പുരട്ടിയ കടാരല്ലേ? എന്നെ കുത്താൻ വേണ്ടി പറ്റിയൊരു അവസരത്തിന് വേണ്ടി നീ കാത്തിരിക്കല്ലേ എന്ന് പറഞ്ഞ തന്നെ ആക്രമിക്കാമെന്ന അക്രമിയോട് പോലും മാന്യമായി പെരുമാറി. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു ഭാഗത്തൂടെ ഇങ്ങനെ നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിൽ നിജ്റാൻ എന്ന് കൊണ്ടുവന്നൊരു ഷോളുണ്ട്. അതിൻ്റെ അറ്റം നല്ല പരിക്കുള്ളതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ എടുത്തിട്ട് ബാക്കിൽ ഇങ്ങനെ അതിൻ്റെ അറ്റഭാഗം ബാക്കിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു അറാബിയായ മനുഷ്യൻ വന്നിട്ട് ഫജസബഹു ജസബത്തൻ ശദീദ, ശക്തമായി കൊണ്ട് പിടിച്ചു. ബാക്കിലൂടെ വന്നിട്ട് കഴുത്തിലൂടെ ശക്തമായി കൊണ്ട് പിടിച്ചങ്ങ് വലിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെളുത്ത ശരീരം ചുവന്നിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തവണ പറയുകയാണെങ്കിൽ ആ മനുഷ്യൻ്റെ കഴുത്തിന് മേലെ തല ഉണ്ടാകൂല, കൂടെ സ്വഹാബത്തുണ്ട്. എന്നിട്ട് അയാൾ വിളിക്കുകയാണ്, യാ മുഹമ്മദ്. അറാബികളുടെ ഒരു പ്രത്യേകതയാണ്, അവർക്ക് പ്രവാചകനോടൊന്നും ആ ഒരു രീതിയിലല്ല സംസാരിച്ചത്. യാ മുഹമ്മദ്, മുഹമ്മദ് എന്ന് വിളിച്ചു. എന്നിട്ട് പറയാണ്, മുർലി മിമ്മാലില്ലാഹില്ലദീ ഇൻദക്, അള്ളാഹു നിനക്ക് നൽകിയ സമ്പത്ത് അതെനിക്ക് തരാൻ വേണ്ടി നിൻ്റെ ആളുകളോട് പറയണം. ഹദീസിൽ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫൽതഫത ഇലൈഹി ഫളഹിക, പുറകിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ട് അയാളുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചു. അയാളുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറയാണ്, സുമ്മ അമറ ലഹു ബിഅതാഇൻ, അയാൾക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കാൻ പറഞ്ഞു.
ആക്രമിക്കാൻ വന്ന അക്രമിയോട് പുഞ്ചിരിക്കാനുള്ളൊരു മനസ്സൊക്കെ നമുക്കുണ്ടോന്ന് ആലോചിച്ചാൽ മതി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ഗൗരവത്തിൽ കാണേണ്ട ചില കർമ്മങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ വിശദീകരിച്ചത്. ചെറിയ കർമ്മങ്ങളാണ്, ഇവിടെ അവസാനിക്കണില്ല. പക്ഷേ സമയത്തിൻ്റെ കുറവ് മൂലം നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇസ്തിഗ്ഫാറിനെ കുറിച്ച് ശൈഖ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ രാവിലെ സുബഹി നിസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ പള്ളിയിലിരുന്ന് സൂര്യൻ ഉദിച്ചതിന് ശേഷം 2 റക്അത്ത് നിസ്കരിച്ചാലുള്ള കൂലി പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ കാബ 7 പ്രാവശ്യം തവാഫ് ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ചാലുള്ള കൂലി ശൈഖ് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മറ്റൊരു സമയത്ത് അത്തരം വിഷയങ്ങൾ നമുക്ക് വിശദീകരിക്കാം. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ. അബൂ ദാവൂദ് റഹ്മഹുല്ലാഹ് നിവേദനം ചെയ്യുന്ന ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അബൂ ദാവൂദ് റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്, എല്ലാ കാര്യങ്ങളിലും ഒരു അവധാനത നല്ലതാണ്, എടുത്തു ചാടരുത്. എപ്പോഴും ഒന്ന് ആലോചിച്ച് അതിപ്പോൾ വേണോ, അതിപ്പോൾ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, അങ്ങനെയുള്ള അതിൻ്റെ ഭാവിയിൽ വരാനിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കണം എല്ലാ കാര്യങ്ങളിലും ഇടപെടേണ്ടത്. ഒരൊറ്റ വിഷയത്തിലൊഴികെ ഇല്ലാ ഫി അമലിൽ ആഖിറ, പരലോകത്തിൻ്റെ വിഷയത്തിൽ ആലോചിച്ച് നിൽക്കരുത്. എപ്പോഴാണോ അവസരം കിട്ടുന്നത് അപ്പം അത് ചെയ്യുക. അതിലിങ്ങനെ കുറേ സമയം കാത്തുനിന്ന് അടുത്ത വർഷം ആകട്ടെ, 2 വർഷം കഴിയട്ടെ, പ്രായമാകട്ടെ, വാർദ്ധക്യം എത്തട്ടെ, അങ്ങനെ നീട്ടി വെക്കുക എന്നുള്ളതും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. അതുകൊണ്ട് ചെറിയ ചില കർമ്മങ്ങളാണ്, പക്ഷെ അതുമൂലം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വലിയ പ്രതിഫലങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരം കർമ്മങ്ങൾ ജീവിതത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവരുവാനും പറയുന്ന കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവരുന്ന യഥാർത്ഥ മുത്തഖീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹുവിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. إلى العلم من نبعه ونجني ثمارا تغذي الخيال فسرنا سويا على طاعة لنلقى رضا الله في كل حال.